ടാരോ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ലവ് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പാർട്ട്ണറുടെ നിങ്ങളോടുള്ള ചിന്തകൾ, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, തീരുമാനിക്കുന്നത്, നിങ്ങളുടെ പ്രണയത്തിൽ എന്താ സംഭവിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും അത് തന്നെയാണ്, ഓരോ പേരും മറിച്ചും മാറ്റിയൊക്കെ പറയുക എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രണയത്തിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് ചിന്തിക്കുക. നമുക്കപ്പോൾ സ്പ്രെഡിലോട്ട് പോവാം. ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ്ങിന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമ്പർ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. 8 വാണ്ട്, ക്വീൻ വാണ്ട്, 9 കപ്പ്, 2 വാണ്ട്, കിങ് കപ്പ്, ലവ് കാർഡ് വന്നിട്ടുണ്ട്, 5 കപ്പ് വന്നിട്ടുണ്ട്, മൂൺ കാർഡ് വന്നിട്ടുണ്ട്, 2 കപ്പാണ്, ക്വീൻ പെൻഡക്കൾ, 2 കാർഡ് വന്നു, 3 പെൻഡക്കളും നൈറ്റ് സോഡ്സും. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്ന ആളാണ് എന്നാണ്. എന്നാൽ നല്ല സ്വഭാവമാണ്, ഓപ്പൺ മൈൻഡല്ല, തുറന്ന പെരുമാറ്റമല്ല. അതാണ് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ, ഇതിനെ എല്ലാവരും അറിയിക്കുന്നത് എന്നൊരു സ്വഭാവമാണ്. അത് സങ്കടമായാലും സന്തോഷമായാലും അങ്ങനെ ഓപ്പണായിട്ടുള്ള ആളല്ല എന്ന് ആദ്യത്തെ കാർഡ് പറയുന്നുണ്ട്. ഇനി മൂൺ കാർഡാണ്. അത് പറയുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ്. സങ്കടമാണ്. കാരണം ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം, പല സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അകലത്തായിരിക്കാം. രണ്ടാളും ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ 2 ജില്ലകളിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ദിവസമൊന്നും കാണാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു വിരഹമാണ് ഇവിടെ പറയുന്നത്. 8 വാണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് വരണമെന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്, സാധിക്കാത്ത അവസ്ഥയാണ്. മനസ്സുകൊണ്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. എന്നാൽ ശരീരം കൊണ്ട് വരാൻ ചില പരിമിതികളൊക്കെ ഉണ്ട് അല്ലേ, അതാണ് പറയുന്നത്. 9 കപ്പ് എന്ന് വെച്ചാലും നിങ്ങളെ ഓർക്കുന്നുണ്ട്, എത്ര ആൾക്കൂട്ടത്തിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മകളിലാണ് അവർ ജീവിക്കുന്നത് എന്നാണ്. അപ്പോൾ നല്ലൊരു പ്രണയമാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ക്വീൻ വാണ്ടാണ്. അത് നിയന്ത്രിക്കുന്ന പ്രായമായൊരു ലേഡി എന്ന് പറയുന്നുണ്ട്. ഓഫീസിലാവാം, വീട്ടിലാവാം, ആരോ ഒരാൾ കൺട്രോൾ ചെയ്യാനുള്ളതുണ്ട്. അത് അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. നിയന്ത്രിക്കുന്ന ലേഡി എന്ന് പറയാൻ പറ്റില്ല, ജെൻഡർ ആരുമാവാം, പുരുഷനുമാവാം കേട്ടോ. അപ്പോൾ ഇവരെ നിയന്ത്രിക്കുന്ന ആരോ ഉണ്ട്. ഒരുപക്ഷെ മേലുദ്യോഗസ്ഥനാവാം, അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആരെങ്കിലും ആവാം. അതവർക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പ്രണയം അറിയുമ്പോൾ അതിനെക്കുറിച്ചും ചർച്ചയായിട്ടുണ്ടാവും. അതിലേക്കൊന്നും പോകണ്ടെന്നൊക്കെ വാണിംഗ് കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവരോട് ദേഷ്യം. ഇനി 5 കപ്പാണ്. അത് പറയുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളെ നഷ്ടമാവുമോ എന്ന് പേടിക്കുന്നുണ്ട്. കാരണം അടുത്തല്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടില്ലേ, വേറെ ആരെങ്കിലും കൊണ്ടുപോകുമോ. ഈ സിംഗിൾസിൻ്റെ ഇടയിലാണ് ഇത്തരം ചിന്തകൾ ഉണ്ടാവുക. വിവാഹപ്രായമൊക്കെ ആയ ആൾക്കാരെ, കുടുംബങ്ങളിൽ ഇരിക്കുന്നവർ, എപ്പോൾ വേണമെങ്കിൽ കല്യാണാലോചന വരാം. അത് നമുക്കെല്ലാം കൊണ്ട് യോജിച്ചതാണെങ്കിൽ വീട്ടുകാരത് തീരുമാനം എടുക്കും. അതിന് മക്കളുടെ സമ്മതമൊന്നും അത്രയും കൂടി ചോദിക്കില്ല ചില വീട്ടുകാർ. അങ്ങനെയൊക്കെയുള്ള വീട്ടുകാരുണ്ട്. അതുകൊണ്ടായിരിക്കാം നിങ്ങളെ നഷ്ടമാവോ എന്ന പേടിയാണ് ഈ വ്യക്തിക്ക് എന്നാണ് 5 കപ്പ് പറയുന്നത്. വിരഹമാണ്, സങ്കടമാണ്, കണ്ണീരാണ്, ഹൃദയവേദനയാണെന്നൊക്കെ പറയുന്നത്. മൂൺ കാർഡും അത് തന്നെ പറയുന്നത്. ഡിപ്രഷൻ സ്റ്റേജിലാണ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ കിട്ടുമോ ഇല്ലേ എന്ന് ചിന്തിക്കുന്നൊരു കമിതാവാണ് ഇത്. ഉറപ്പില്ല, നിങ്ങളെ അവർക്ക് ജീവിതത്തിൽ മുഴുവനും സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പോൾ യാതൊരു ഉറപ്പില്ലാത്തൊരു സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനങ്ങളൊന്നുമില്ല. 2 പേരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഇവിടെ ക്വീൻ വാണ്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ വീട്ടുകാരെ എതിർക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങൾ, പെൻഡക്കൾ വന്നിട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവാം, ജോലി കാര്യങ്ങളുണ്ടാവാം, ഇല്ലേ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇനി അലച്ചിലെ കഷ്ടപ്പാട്, ദുരിതം, ദുഃഖമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് വീക്കായിട്ടുള്ള ആളാണ് എന്നാണ് പറയുന്നത്. സാമ്പത്തികമായിട്ടില്ല, നല്ല ജോലിയില്ല, അടിത്തറയുള്ളൊരു കുടുംബമല്ല. എന്ന് വെച്ചാൽ സാമ്പത്തിക അടിത്തറ കേട്ടോ ഞാൻ പറയുന്നത്, അതില്ല. അല്ലെങ്കിൽ ഹൈ പൊസിഷനിലുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ.
അതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്ര പേടി. നിങ്ങളെ നഷ്ടമാവും എന്ന് ചിന്തിച്ചിട്ടാണ് 2 വാണ്ട് നിൽക്കുന്നത്. നിങ്ങളെ നഷ്ടമാവുക എന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്നാണ് പറയുന്നത്. അതാണ് ലവ് കാർഡ് പറയുന്നത്. ഒരു സോൾമേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പേടി. സോൾമേറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്തൊരു ജീവിതത്തിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. 3 ഓഫ് പെൻറ്റക്കിൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ബിസിനസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ വരുമോ എന്ന് പേടിക്കുന്നുണ്ടാവുക. 2 വാണ്ടും അതാ പറയുന്നത്. മറ്റൊരാൾ കൊണ്ടുപോകുമോ നിങ്ങളെ. അപ്പോൾ സിംഗിൾസിൻ്റെ വിഷമമായിരിക്കാം ഇത്. ഇനി കപ്പിൾസ് ആണെങ്കിലും വിവാഹം കഴിഞ്ഞിട്ട് യോജിക്കാതെയൊക്കെ 2 വീട്ടിലൊക്കെ പോയിരിക്കുക, കുടുംബങ്ങൾ കാരണം. ദമ്പതികൾ കാരണമല്ല, ദമ്പതികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. പക്ഷെ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം വേറെ പോയിരിക്കുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും. വേറെ കല്യാണം കഴിച്ചു കൊടുക്കുമോ, എനിക്ക് കിട്ടില്ലേ എന്നുള്ള പേടിയുണ്ടാവും. അങ്ങനെ എനിക്ക് കിട്ടില്ല, എനിക്ക് നഷ്ടമാവും എന്നുള്ള ചിന്തയാണ് ആ വ്യക്തിക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. സത്യസന്ധമായ പ്രണയമാണ്. ആളത്ര ഓപ്പണല്ല, എന്നാൽ മനസ്സിൽ ഭയങ്കര സങ്കടമാണ്. ഒരു കടലുണ്ടെങ്കിലും പുറത്തേക്ക് കാണിക്കില്ല, കരയില്ല, സങ്കടപ്പെടില്ല. എന്നാൽ അയാൾ ഭയങ്കര ഡിപ്രഷൻ്റെ ആണ് എന്നാണ് പറയുന്നത്. നൈറ്റ് സോഴ്സ് എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ എടുക്കണമെന്നുണ്ട്, കഴിയാത്ത അവസ്ഥയാണ്. ചിലപ്പോൾ ജോലിയൊന്നും അത്ര നല്ല ജോലിയൊന്നും ആയിരിക്കില്ല. നല്ല ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് പ്രണയിക്കാമല്ലോ. ഇവിടെ 2 കപ്പ് വന്നിട്ടുണ്ട്. അത് വിവാഹ നിശ്ചയം, വിവാഹമാണ്. ഒരു പക്ഷേ ഇയാളുടെ സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ആൾക്കാരായിരിക്കാം. കിങ് കപ്പ് എന്ന് വെച്ചാൽ സത്യസന്ധമായ പ്രണയമാണ്, സോൾമേറ്റാണ്, എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യനായൊരു കമിതാവാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇവിടെ ജെൻഡർ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് ജെൻഡർ പ്രെഡിക്റ്റ് ചെയ്യുക കേട്ടോ. പുരുഷനാണോ കാണുന്നത്, സ്ത്രീയാണോ കാണുന്നത്, അതൊന്നും എനിക്കറിയില്ല. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാം. നല്ല ആകർഷണമാണ് നിങ്ങളോട്, ഒരു ഡിവൈൻ കാവൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഭയങ്കരമായ പാഷനാണ് നിങ്ങളോട് എന്ന് പറയുന്നുണ്ട്. റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോൾമേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തടസ്സങ്ങൾ കാണുന്നുണ്ട്, റിലീസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ ഓവറായിട്ടേ തിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു മുജന്മ ബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. ഫൊർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട്. അവർ ഈ അകന്ന് നിൽക്കുക, ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ, എന്നിട്ട് ഈ ബന്ധത്തിനെക്കുറിച്ച് പോസിറ്റീവായിരിക്കാൻ പറയുന്നുണ്ട്, എഫർട്ട് എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഹണിമൂണാണ്. അപ്പോൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തിനുള്ള യോഗമുണ്ട്, അതിനായിട്ട് കാത്തിരിക്കുക. ഇനി വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഈ ബന്ധത്തിനെക്കുറിച്ച് പോസിറ്റീവായിരിക്കാനാണ് പറയുന്നത്. നിങ്ങളെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഒന്ന് ക്ലിയറാക്കാൻ പറയുന്നുണ്ട് മനസ്സൊക്കെ. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പങ്കാളിക്കാണ് കൂടുതൽ യോജിക്കുന്നത് ഈ മെസ്സേജ്. കാരണം അവർ ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലാണ്, വിരഹമാണ്, സങ്കടമാണ്, ഫുള്ളായിട്ട് നെഗറ്റിവിറ്റിയിലേക്ക് പോയിരിക്കുകയാണ്. അതിൽ നിന്ന് മാറാനാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, മനസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, അതാണ് പറയുന്നത്. ഇനി ഫൊർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരോടാണെങ്കിലും, അല്ല നിങ്ങളുടെ പങ്കാളി തന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊറുക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഏത് സമയത്ത് നെഗറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നാണ് റിലീസ് യുവർ എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ആ സമയത്ത് അവർക്ക് നിങ്ങളോട് നല്ല ചിന്തകൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിരുന്ന സ്നേഹത്തോടു കൂടി ചിന്തിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് അവർ വരിക എന്നാണ് ആ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടാരോ പറഞ്ഞത് തന്നെയാണ് മെസ്സേജുകളായിട്ട് വന്നിരിക്കുന്നതും. ടാരോ പറയുന്നു, അവരൊന്നും ഓപ്പണായിട്ട് പറയുന്ന ആളല്ല, എല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്, സങ്കടമായാലും സന്തോഷമായാലും എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകും, സങ്കടം കൂടും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യൂ എന്ന മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ അവർ ഭയങ്കരമായിട്ടുള്ള വിരഹത്തിലാണ്. അതുകൊണ്ടാണ് റിലീസ് യുവർ എക്സ് എന്ന് പറയുന്നത്. ആ സങ്കടം ഇങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ മനസ്സിലിങ്ങനെ ഇട്ട് അയാളുടെ ഹെൽത്തിനെ പോലും ബാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ആ അവസ്ഥ. എന്തായാലും അങ്ങനെ പാടില്ല എന്ന് പറയുന്നത്. കാരണം നിങ്ങളൊരു മുജ്ജന്മ ബന്ധമാണ്, സോൾമേറ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അകത്ത് നിൽക്കുമ്പോൾ ഇത്രയും വിരഹം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. കാരണം ലവ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്നുണ്ട്, സോൾമേറ്റാണ് എന്നാണ് ആ കാർഡ് പറയുന്നത്. ഇവിടെ മറ്റൊരു കാർഡ് വന്നിരിക്കുന്നുണ്ട്, മാലാഖയുടെ മെസ്സേജ്. അതിൽ സോൾമേറ്റാണ് എന്നാണ് പറയുന്നത്.
തടസ്സങ്ങളുണ്ട് എന്ന് 2 കാർഡും പറയുന്നുണ്ട്. അതാണ് 5 കപ്പും മൂൺ കാർഡും പറയുന്നത്. അത് തന്നെയാണ് മാലാഖയും പറയുന്നത്. ഇനി ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ടാരോയും മാലാഖയുടെ മെസ്സേജും പറയുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട. പാഷനുണ്ട്, നിങ്ങളോട് അഭിനിവേശമുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, റൊമാൻറ്റിക് ഫീലിങ്സ് മാലാഖ പറയുന്നുണ്ട്. അത് തന്നെയാണ് 9 കപ്പും പറയുന്നത്. പെട്ടെന്ന് വല്ല ആക്ഷനും എടുക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ അത് ഭയങ്കര പ്രശ്നങ്ങളായാലോ എന്ന് ഇവിടെ നൈറ്റ് സോഡ്സും പറയുന്നുണ്ട്, മാലാഖയും പറയുന്നുണ്ട്. 2 കപ്പും പറയുന്നത് നിങ്ങളൊരു സോൾമേറ്റാണ് എന്നാണ്. അപ്പോൾ എന്തിനാണ് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? 2 പേരും മുജ്ജന്മ ബന്ധമാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുക. കുറച്ച് എഫർട്ട് എടുക്കേണ്ടി വരും. അതിന് 2 ആളും തയ്യാറാവുക. മാനസികമായിട്ടും ഇനി സാമ്പത്തികമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നേരിടാനുള്ള തൻ്റെ ഇടം കൂടി ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒന്നാവും എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി വിവാഹിതരാണെങ്കിൽ പോലും 2 വീടുകളിലാണെങ്കിലും അങ്ങനെ ജീവിക്കേണ്ടവരല്ല എന്നാണ് പറയുന്നത്. സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ വിവാഹ നിശ്ചയം, വിവാഹം നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് മാലാഖയുടെ തുണ ഉള്ളത് കൊണ്ട് നിങ്ങൾ അകന്നു പോവില്ല എന്നാണ് ഇന്ന് 2 കാർഡുകൾ പറയുന്നത്. അതുകൊണ്ട് പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ പങ്കാളി ഒന്നും തുറന്ന് പറയുന്നില്ല, അവർക്ക് ദേഷ്യമാണോ വെറുപ്പാണോ ഇഷ്ടമാണോ എന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവർക്ക്. എന്നാൽ അവർക്ക് നിങ്ങളോട് നല്ല പ്രണയമാണെന്ന് 5 കപ്പ് പറയുന്നുണ്ടോ. ഭയങ്കര പേടിയാണ്, നിങ്ങളെ നഷ്ടമാവുമോ എന്നുള്ള പേടിയിലാണ് അവർ നിൽക്കുന്നത്. ഇതേ ഫീലിംഗ് നിങ്ങൾക്കും ഉണ്ടാവാം. കാരണം സോൾമേറ്റ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ അവർ നഷ്ടമാവോ എന്ന് നിങ്ങൾ നഷ്ടമാവോ എന്ന് അവരും ചിന്തിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ എന്താ പ്രണയത്തിൽ മറ്റൊന്ന് പറയാനുള്ളത്? അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മാലാഖയുടെ അനുഗ്രഹമുള്ള യൂണിവേഴ്സ് തന്നെ കൂട്ടി യോജിപ്പിച്ചൊരു ഇണകളാണ് നിങ്ങൾ. അതുകൊണ്ട് പേടിക്കാതിരിക്കൂ. നഷ്ടപ്പെടുമോ എന്നുള്ള പേടി വേണ്ട. പോസിറ്റീവായിരിക്കാനാണ് പറയുന്നത്. ഇവിടെ പോസിറ്റീവായിരിക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവരും പോസിറ്റീവായിരിക്കൂ. പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. ലവ് മാത്രമല്ല ഏത് വിഷയം വേണമെങ്കിൽ പറഞ്ഞുതരും. ഫിനാൻസ്, കരിയർ, ഫാമിലി ഇഷ്യൂസ്, ബ്ലാക്ക് മാജിക് എനർജി, ലവ്, ഇനി എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, കോൺടാക്റ്റ് ചെയ്യാം.